നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ ഇവിടെ? കേർണൽ ഫൈ സബ് ഗ്രൂപ്പ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ജിയിൽ നിന്ന് ജി ബാറിലേക്കുള്ള ഒരു ഹോമോമോർഫിസമാണ് of A into phi of B എന്നറിയാം. You want to prove kernel phi is a subgroup. What is kernel phi? Kernel phi is a subset of G. അല്ലേ? Kernel phi നമുക്കറിയാം, ഇത് ജിയും ഇത് ജി ഭാഗവും ആണെങ്കിൽ ജിയിൽ നിന്ന് ജി ഭാഗിലോട്ടുള്ള ഫൈ എന്ന ഫംഗ്ഷൻ ഇവിടെയുള്ള ഐഡന്റിറ്റി എലമെന്റിലോട്ട് ഇവിടെയുള്ള കുറെ എലമെന്റ്സ് മാപ്പ് ചെയ്യുന്നുണ്ടാവും. ആ എലമെന്റ്സിന്റെ കളക്ഷൻ ആണ്. ആരൊക്കെയാണോ ഇവിടെ നിന്ന് മാപ്പ് ചെയ്യുന്നത് അവരുടെ കളക്ഷനെയൊക്കെയാണ് എന്ത് വിളിക്കുന്നത്? ചിലപ്പോൾ ഒരാളെ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുടെ കളക്ഷനെയാണ് കേർണൽ എന്ന് വിളിക്കുന്നത്. കേർണൽ എന്ന് വെച്ചാൽ എവിടെയുള്ള ഡൊമൈൻ ഗ്രൂപ്പിലെ എലമെന്റ്സ്, ഏതൊക്കെ എലമെന്റ്സ് ആണോ കോഡൊമൈൻ ഗ്രൂപ്പിലെ ഐഡന്റിറ്റി എലമെന്റിലോട്ട് മാപ്പ് ചെയ്യുന്നത് അത്തരം എലമെന്റ്സുകളുടെ കളക്ഷനെയാണ് കേർണൽ എന്ന് വിളിക്കുന്നത്. നമുക്ക് കേർണൽ ഫൈ സബ് ഗ്രൂപ്പ് എന്ന് പറയാം. കേർണൽ ഫൈ ഇവിടത്തെ സബ് ഗ്രൂപ്പ് എന്ന് പറയണം. അപ്പൊ കേർണൽ ഫൈ എവിടെ ഇരിക്കുന്നത്? ഇവിടെ ജിക്കകത്ത്. ഇതാണ് കേർണൽ ഫൈ. അപ്പൊ കേർണൽ ഫൈ സബ് ഗ്രൂപ്പ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ വൺ സ്റ്റെപ്പ് സബ് ഗ്രൂപ്പ് ടെസ്റ്റ് എന്ത് പറഞ്ഞാൽ മതി? കേർണൽ ഫൈയിലെ ഏത് രണ്ട് എലമെന്റ്സ് എക്സും വൈയും എടുത്താലും എക്സ് വൈ ഇൻവേഴ്സ് എലമെന്റ് ഓഫ് കേർണൽ ഫൈ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഫോർ ഓൾ എക്സ് വൈ എലമെന്റ് ഓഫ് കേർണൽ ഫൈ. കേർണൽ ഫൈയിലെ ഏത് രണ്ട് എലമെന്റ് എടുത്താലും ഫസ്റ്റ് എലമെന്റിനെ സെക്കൻഡ് എലമെന്റിന്റെ ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ കേർണൽ ഫൈൽ ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി ഈ എലമെന്റ് കേർണൽ ഫൈൽ ഉണ്ടെന്ന് പറയാൻ വേണ്ടി എന്ത് പറഞ്ഞാൽ മതി? ഒരു എലമെന്റ് കേർണൽ ഫൈൽ ഉണ്ടാവുന്നത് എപ്പോഴാണ്? ആ എലമെന്റിന്റെ ഇമേജ് എന്താകുമ്പോഴാണ്? ഈ ബാർ ആകുമ്പോഴാണ് അല്ലേ. ഈ സ്റ്റെപ്പ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ. ഫൈ ഓഫ് എക്സ് വൈ ഇൻവേഴ്സ് എലമെന്റ് ഈക്വൽ ടു ഈ ബാർ ആണെങ്കിൽ എക്സ് വൈ ഇൻവേഴ്സ് കേർണൽ ഫൈൽ ഉണ്ടാവും. ഇനി ഇതിവിടെ ഉണ്ടെന്ന്, ഇത് ഈക്വൽ ടു ഈ ബാർ എന്ന് കാണിക്കാൻ വേണ്ടി ഇതിന്റെ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്തു. ഫൈ ഓഫ് എക്സ് വൈ ഇൻവേഴ്സ്. അതിന് മുമ്പ് രണ്ട് എലമെന്റ്സ് എടുക്കാം. ലെറ്റ് എക്സ് വൈ എലമെന്റ് ഓഫ് ജി അല്ല, ലെറ്റ് എക്സ് വൈ എലമെന്റ് ഓഫ് കേർണൽ ഫൈ. ആർബിട്രറി ഏതോ രണ്ട് എലമെന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും കേർണൽ ഫൈൽ എലമെന്റ് ആണെങ്കിൽ എന്താ പ്രത്യേകത? ഫൈ ഓഫ് എക്സും എന്തായിരിക്കും? ഈ ഭാഗമായിരിക്കും. ഫൈ ഓഫ് വൈയും എന്താവും? ഈ ഭാഗമാവും. ഇനി കൺസിഡർ phi of xy inverse. What is phi of xy inverse? By homomorphism property, it is phi of x into phi of y inverse. Phi of y inverse, phi of x is, what is phi of x? E bar. What is phi of y inverse? Phi of y inverse is written as phi of y the whole inverse. Homomorphism അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ. is equal to e bar into e bar ന്റെ ഇൻവേഴ്സ്. അതെന്താ? ഈ ബാറിന്റെ ഇൻവേഴ്സ് എന്ത് തന്നെയാണ്? ഈ ബാർ തന്നെയാണ് അല്ലേ. ഇപ്പൊ എന്താവും? എക്സ് വൈ ഇൻവേഴ്സിന്റെ ഫൈ ഇമേജ് ഈ ബാർ ആയല്ലോ. അപ്പൊ എന്താ? എക്സ് വൈ ഇൻവേഴ്സ് കേർണൽ ഫൈൽ എലമെന്റ് ആയല്ലോ. കേർണൽ ഫൈലിലെ ഏത് രണ്ട് എലമെന്റ് എക്സും വൈയും എടുത്താലും എക്സ് വൈ ഇൻവേഴ്സ് കേർണൽ ഫൈൽ ഉണ്ടെന്ന് കിട്ടി. അതുകൊണ്ട് കേർണൽ ഫൈ എന്തായി? സബ് ഗ്രൂപ്പ് ആയി. അങ്ങനെ വേണമെങ്കിൽ ഇവിടെ നോട്ട് കൂടി എഴുതാം. കേർണൽ ഫൈ നോർമൽ സബ് ഗ്രൂപ്പ് കൂടിയാണ്. കേർണൽ ഫൈ ഈസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്ന് കൂടെ പറയാം. നോർമൽ സബ് ഗ്രൂപ്പ് ആണെന്ന് പറയാൻ വേണ്ടി എന്ത് പറയാം? എങ്ങനെ പ്രൂവ് ചെയ്യാം? ഇതിന്റെ പ്രൂഫ് എങ്ങനെ പറയാം? കേർണൽ ഫൈ നോർമൽ സബ് ഗ്രൂപ്പ് ആണെന്ന് പറയാൻ വേണ്ടി അല്ലേ. എച്ച് ജി ഒരു ഗ്രൂപ്പാണ്. എച്ച് ഒരു സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ്. അങ്ങനെയാണെങ്കിൽ എച്ചിനെ നോർമൽ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കണമെങ്കിൽ എന്തുണ്ടാവണം? എ എക്സ് എ ഇൻവേഴ്സ് എലമെന്റ് ഓഫ് എച്ച് ഫോർ ഓൾ
for all a in G and x in H. Ax a inverse element of H ഇങ്ങനെ ഒരു ഡെഫിനിഷൻ ഉണ്ടല്ലോ, നോർമൽ സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ അല്ലേ. ജി ഒരു ഗ്രൂപ്പാണ്, എച്ച് ഒരു സബ് ഗ്രൂപ്പാണ്. എച്ചിനെ നോർമൽ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കണമെങ്കിൽ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആണ് അല്ലേ. ഏത് പ്രോപ്പർട്ടിയാ? ജി ഒരു ഗ്രൂപ്പും എച്ച് ഒരു സബ് ഗ്രൂപ്പും ആണെങ്കിൽ എ എക്സ് എ ഇൻവേഴ്സ് എലമെന്റ് ഓഫ് എച്ച് ഫോർ ഓൾ എ എവിടെ നിന്ന് എടുക്കുന്നു? ഇടയ്ക്കുള്ള എ ലാസ്റ്റ് ഫസ്റ്റ് ഉള്ള എ ജിയിൽ എലമെന്റും ഇടയ്ക്കുള്ള എക്സ് എച്ചിൽ എലമെന്റും ആയിരിക്കണം. എ എക്സ് എ ഇൻവേഴ്സ് എച്ചിൽ ഉണ്ടെങ്കിൽ എച്ച് നോർമൽ സബ് ഗ്രൂപ്പ് ആവും. നമുക്കിവിടെ കേണൽ ഫൈ നോർമൽ സബ് ഗ്രൂപ്പ് എന്നല്ലേ കാണിക്കേണ്ടേ. കേണൽ ഫൈ നോർമൽ സബ് ഗ്രൂപ്പ് എന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? എടുക്കുക, ഒരു എലമെന്റ് എടുക്കുക, ലെറ്റ് എ എലമെന്റ് ഓഫ് ജി and x element of kernel phi. Kernel phi അല്ലേ. അപ്പോൾ എന്താവും? x element of kernel phi ആയതുകൊണ്ട് നമുക്ക് ഇവിടെ phi of x is equal to ഈ ഭാഗമായിരിക്കും. നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? kernel phi is a normal subgroup എന്നല്ലേ പ്രൂവ് ചെയ്യണ്ടേ. ലാസ്റ്റ് ലൈൻ ഇങ്ങനെ therefore kernel phi is a normal subgroup എന്ന് അല്ലേ. kernel phi is a നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്നല്ലേ കാണിക്കണ്ടേ. കേണൽ ഫൈ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്ന് കാണിക്കാൻ വേണ്ടി എന്ത് കാണിച്ചാൽ മതി? എ എക്സ് എ ഇൻവേഴ്സ് എലമെന്റ് ഓഫ് കേണൽ ഫൈ ഫോർ ഓൾ എ ബിലോങ്സ് ടു ജി ആൻഡ് x belongs to kernel phi. അല്ലേ, ഈ ലൈൻ കാണിച്ചാൽ മതി. കേണൽ ഫൈ നോർമൽ സബ് ഗ്രൂപ്പ് എന്ന് കാണിക്കാൻ വേണ്ടി എ എക്സ് എ ഇൻവേഴ്സ് എലമെന്റ് ഓഫ് കേണൽ ഫൈ ഫോർ ഓൾ എ ബിലോങ്സ് ടു ജി ആൻഡ് എക്സ് ബിലോങ്സ് ടു കേണൽ ഫൈ എന്ന് കാണിച്ചാൽ മതിയല്ലോ. ഇനി എ എക്സ് എ ഇൻവേഴ്സ് എലമെന്റ് ഓഫ് കേണൽ ഫൈ എന്ന് കാണിക്കാൻ വേണ്ടി എന്ത് കാണിച്ചാൽ മതി? ഒരു എലമെന്റ് എപ്പോഴാണ് കേണൽ ഫൈ ഉണ്ടാവുന്നത്? ആ എലമെന്റിന്റെ ഇമേജ് ഈ ഭാഗമാകുമ്പോഴല്ലേ. അപ്പൊ ഇത് കാണിച്ചാൽ പോരെ. ഫൈ ഓഫ് എ എക്സ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഈ ബാർ ആകുമ്പോഴാണല്ലോ കേണൽ ഫൈൽ ഉണ്ടാവുന്ന എ എക്സ് എ ഇൻവേഴ്സ്. അപ്പൊ ഇത് കാണിക്കാനായിട്ട് ലെഫ്റ്റ് സൈഡ് കൺസിഡർ ഫൈ ഓഫ് എ എക്സ് എ ഇൻവേഴ്സ്. ഫൈ ഹോമോമോർഫിസം ആയതുകൊണ്ട് ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് എ ഇൻവേഴ്സ്. ശരിയല്ലേ? equal to phi of a into phi of x നമ്മൾ ഈ ഭാഗം കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗം into phi of a inverse നമുക്ക് ഇങ്ങനെ എഴുതാം, phi of a the whole inverse എന്ന് എഴുതാം അല്ലേ. phi of a the whole inverse അങ്ങനെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ. equal to ഈ phi of a into ഈ ഭാഗിനെ phi of a എന്ന് എഴുതാം. കാരണം ഈ ഭാഗം ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ജി ഭാഗിലെ ഐഡന്റിറ്റി എലമെന്റ് ആണ്. ജി ഭാഗിലെ എലമെന്റ് ആണല്ലോ phi of a. phi of a into phi of a the whole inverse. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഉള്ളത് തന്നെ മതി അല്ലേ. phi of is equal to phi of a into phi of x ന് പകരം നമ്മൾ എന്ത് കൊടുക്കും? ഈ ബാർ അല്ലേ. ഈ ബാർ phi of x ന്റെ പ്ലേസ് നമ്മൾ ഈ ബാർ കൊടുക്കും. പിന്നെ phi of a inverse. അപ്പോൾ എന്താവും? ഇത് രണ്ടും കൂടി ചേർത്തിട്ട് phi of a യും ഈ ഭാഗം കൂടി ചേരുമ്പോൾ എന്താവും? phi of a മാത്രമാവും. കാരണം ഈ ഭാഗം ഐഡന്റിറ്റി എലമെന്റ് അല്ലേ. ഈക്വൽ ടു phi of a into phi of a inverse. ഇനി phi of a into phi of a inverse നെ phi ഹോമോമോർഫിസം ആയതുകൊണ്ട് a into a inverse എന്ന് എഴുതാം. a into a inverse എന്ന് വെച്ചാൽ ഐഡന്റിറ്റി എലമെന്റ് ആണ്. അപ്പോൾ phi of e. ഇനി ഒരു ഹോമോമോർഫിസത്തിലെ ഐഡന്റിറ്റി എലമെന്റിന്റെ ഇമേജ് എന്താണ്? ഏത് ലെഫ്റ്റ് അല്ലെ ഡൊമൈൻ ഗ്രൂപ്പിലെ ഐഡന്റിറ്റി എലമെന്റ് കോഡൊമൈൻ ഗ്രൂപ്പിലെ ഐഡന്റിറ്റി എലമെന്റിലോട്ട് മാത്രമേ മാപ്പ് ചെയ്യുള്ളൂ. ഒരു ഹോമോമോർഫിസത്തിന്റെ പ്രത്യേകത അതാണ്. ഒരു ഡൊമൈൻ ഗ്രൂപ്പിലെ ഐഡന്റിറ്റി എലമെന്റ് കോഡൊമൈൻ ഗ്രൂപ്പിലെ ഐഡന്റിറ്റി എലമെന്റിലോട്ട് മാത്രമേ മാപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ phi of e ന്റെ ഇമേജ് എന്തായിരിക്കും? ഈ ഭാഗമായിരിക്കും. ശരിയല്ലേ? അപ്പൊ എന്തായി? phi of a x a inverse നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്.
phi of ax a inverse ഈ ഭാഗമായല്ലോ. അപ്പോൾ എന്തായി ax a inverse ഇവിടെ ഉണ്ടായി കേണൽ ഫൈ എലമെന്റ് ആയി plus x അല്ലെ for all a in G and x in kernel phi therefore kernel phi is a normal subgroup of G. നമ്മുടെ ഈ തിയറത്തിൽ കേണൽ ഫൈ സബ്ഗ്രൂപ്പ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ നോർമൽ സബ്ഗ്രൂപ്പിലേക്ക് പോയത്. അടുത്ത ഫിഫ്ത്ത് എന്താണ്? phi of a is equal to phi of b. Phi of a is equal to phi of b if and only if a kernel phi is equal to b kernel phi. ഇതല്ലേ? ഓ ഇത് പ്രൂഫായിട്ട് phi of a is equal to phi of b എന്ന് assume ചെയ്തിട്ട് a kernel phi is equal to b kernel phi എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? First assume phi of a is equal to phi of b. A kernel phi is equal to b kernel phi എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? നമുക്ക് നമ്മൾ ഹെച്ചിന്റെ നേരത്തെ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുള്ളത് ഹെച്ച് ഒരു സബ് ഗ്രൂപ്പ് ആണെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ ഹെച്ച് ഒരു സബ് ഗ്രൂപ്പ് ആണെങ്കിൽ AH is equal to BH if and only if A inverse B element of H ഓർമ്മയുണ്ടോ? ഈ ഒരു ഗ്രൂപ്പാണ് H ഒരു സബ് ഗ്രൂപ്പ് ഓഫ് G ആണ്. ഈ ഒരു ഗ്രൂപ്പാണ് H ഒരു സബ് ഗ്രൂപ്പ് ഓഫ് G ഗ്രൂപ്പാണ്. എയും ബിയും ജിയിൽ എലമെന്റ് ആണെങ്കിൽ AH is equal to BH അല്ലെ? രണ്ട് ലെഫ്റ്റ് കോസെറ്റ്സ് if and only if A inverse B element of H. AH ഉം BH ഉം ഈക്വൽ ആണെങ്കിൽ A inverse B element of H എന്നൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. phi of A is equal to phi of B എന്ന് പ്രൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയണം? ഇവിടെ A kernel phi is equal to B kernel phi എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ പ്രൂവ് ചെയ്യേണ്ടതാണ് A kernel phi is equal to B kernel phi. ഓക്കെ, ഇതുപോലെ AH is equal to BH if and only if A inverse B element of H ആണ്. അപ്പോൾ AH is equal to BH if ആണെങ്കിൽ A inverse BH ഉണ്ടാവും, അല്ലെങ്കിൽ A inverse BH ഉണ്ടാണെങ്കിൽ AH is equal to BH ആണ്. അപ്പോൾ നമുക്ക് AH is equal to BH എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് A inverse B element of H എന്ന് പ്രൂവ് ചെയ്താൽ മതിയല്ലോ അല്ലേ? A inverse B element of H എന്ന് ഇവിടെ വരാം. A inverse ഇവിടെ H ന്റെ Aന്റെ പ്ലേസിൽ Aയും Bന്റെ പ്ലേസിൽ B തന്നെ. അപ്പോൾ A inverse B element of H ന്റെ പ്ലേസിൽ ഇവിടെ കേണൽ ഫൈ ആണ് അല്ലേ? AH is equal to A kernel phi is equal to B kernel phi എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പ്രൂവ് ചെയ്താൽ മതി? A inverse B element of kernel phi എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇവിടെ A inverse B element of kernel phi ആകണമെങ്കിൽ എന്ത് ആയാൽ മതി? phi of A inverse B എന്തായാൽ മതി? അഡ്ജക്റ്റ് എലമെന്റ് ആയാൽ.
അപ്പോൾ എ ഇൻവേഴ്സ് ബി അവിടെ ഉണ്ടാവും, കേണൽ ഫൈ ഉണ്ടാവും. അടുത്ത് നോക്കണേ, ഫൈ എ ഇൻവേഴ്സ് ബി ആണെന്ന് നോക്കണം. ഇവിടെ നോക്കിയാൽ ഫൈ എ ഇസ് ഈക്വൽ ടു ഫൈ ബിയിൽ നിന്ന് ഈ ലൈൻ എത്തിച്ചാൽ മതി. എന്ത് ചെയ്യണം? ഫൈ ഓഫ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ബിനെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഫൈ ഓഫ് എ ദ ഹോൾ ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാണ് ഈ ഇക്വേഷന്റെ. അപ്പോൾ ഫൈ ഓഫ് എ ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു ഫൈ ഓഫ് ബി. ഇവിടെ എന്താ? ഫൈ ഓഫ് എ ഇൻവേഴ്സ് ഇൻറ്റു ഫൈ ഓഫ് എ. ഇത് ഐഡന്റിറ്റി എലമെന്റ് ആവില്ലേ അല്ലെ? ഐഡന്റിറ്റി എലമെന്റ് ഇവിടെ എങ്ങനെ എഴുതാം? ഫൈ ഓഫ് എ ദ ഹോൾ ഇൻവേഴ്സിനെ ഫൈ ഓഫ് എ ഇൻവേഴ്സിന് എഴുതാം ഇൻറ്റു ഫൈ ഓഫ് ബി. അപ്പോൾ എന്താ? ഈ ഭാഗം ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻവേഴ്സ് ഇൻറ്റു ബിനെ ഫൈ ഓഫ് എ ഇൻവേഴ്സ് ബി എന്ന് എഴുതാമല്ലോ, ശരിയല്ലേ? ഫൈ ഓഫ് എ ഇൻവേഴ്സ് ബി ഈക്വൽ ടു ഈ ഭാഗം എന്നാലല്ലേ? ഫൈ ഓഫ് എ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഭാഗം ഫൈ ഓഫ് എ ഇൻവേഴ്സ് ബി ഈക്വൽ ടു ഈ ഭാഗം തന്നെ. എല്ലാവരും സംശയമില്ല അല്ലെ? ഈ ഭാഗം ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻവേഴ്സ് ബി ആണെങ്കിൽ ഫൈ ഓഫ് എ ഇൻവേഴ്സ് ബി സി ഭാഗം. എ ഇൻവേഴ്സ് ബി ഇവിടെ ഉണ്ടാവും, കേണൽ ഫൈൽ ഉണ്ടാവും. കാരണം എ ഇൻവേഴ്സ് ബിന്റെ ഇമേജും ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് വരെയല്ലേ? അപ്പൊ എ ഇൻവേഴ്സ് ബി കേണൽ ഫൈൽ ഉണ്ടെങ്കിൽ എ ഇൻവേഴ്സ് ബി അല്ല എ കേണൽ ഫൈ ഈക്വൽ ടു ബി കേണൽ ഫൈ ആവും, ശരിയല്ലേ? ഈ റിസൾട്ട് വെച്ചാണ്. ഏത് റിസൾട്ടാ? നമ്മൾ നേരത്തെ കോസെറ്റിനെ പറഞ്ഞിട്ടുണ്ട്. ഇതാ ജി ഗ്രൂപ്പാണ്, എച്ച് സബ് ഗ്രൂപ്പാണ്. എയും ബിയും ജിയിൽ എലമെന്റ് ആണെങ്കിൽ എ എച്ചും ബി എച്ചും രണ്ട് കോസെറ്റ്സ് ഐഡന്റിക്കൽ ആണെങ്കിൽ എ ഇൻവേഴ്സ് ബി എച്ച് ഉണ്ടാവും, ശരിയാണോ? ഡൗട്ട് ഉണ്ടോ അവിടെ? അല്ല ഡൗട്ട് ഉണ്ടോ? അടുത്ത് തിരിച്ചു നോക്കണം. എ കേണൽ ഫൈ ഈസ് ഈക്വൽ ടു ബി കേണൽ ഫൈ എന്ന് അസ്യൂം ചെയ്തിട്ട് ഫൈ ഓഫ് എ ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് ബി എന്ന് തിരിച്ച് പ്രൂവ് ചെയ്യണം അല്ലേ? അതെങ്ങനെ പ്രൂവ് ചെയ്യാം? കോൺവേഴ്സ്ലി അസ്യൂം A kernel phi is equal to B kernel phi. A kernel phi is equal to B kernel phi എന്ന് assume ചെയ്തിട്ട് എന്ത് പ്രൂവ് ചെയ്യണം? phi of A is equal to phi of B എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? നമുക്കറിയാലോ AH is equal to BH ആണെങ്കിൽ അല്ലേ? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞല്ലേ AH is equal to BH ആണെങ്കിൽ നമുക്ക് എന്തറിയാം? AH is equal to BH if and only if A inverse B element of H അല്ലേ? അപ്പോൾ ഇത് വെച്ച് ഇവിടെ എന്ത് പറയാം? therefore A inverse B element of H ന് പകരം കേണൽ ഫൈ എന്ന് പറയാമല്ലോ, ശരിയാണോ? H ന് പകരം കേണൽ ഫൈ എന്ന് പറയാം. അപ്പോൾ A inverse B element of കേണൽ ഫൈ അല്ലേ? ഫൈ ഓഫ് A is equal to ഫൈ ഓഫ് B എന്നല്ലേ കാണിക്കണ്ടേ? A inverse B is equal to കേണൽ ഫൈ ആണെങ്കിൽ ഫൈ ഓഫ് A inverse B എന്തായിരിക്കും? ഐഡന്റിറ്റി എലമെന്റ് ആയിരിക്കും. ഫൈ ഓഫ് A inverse ഐഡന്റിറ്റി എലമെന്റ് ആണെങ്കിൽ ഫൈ ഓഫ് A inverse into ഫൈ ഓഫ് B ഹോമോമോർഫിസത്തിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയാമല്ലോ. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഫൈ ഓഫ് A is equal to ഫൈ ഓഫ് B നമുക്ക് പറയേണ്ടത്. ഫൈ ഓഫ് A inverse ഇങ്ങനെ വന്നു. അത് നോക്കി രണ്ട് സൈഡും ഫൈ ഓഫ് A കൊണ്ട് ഓപ്പറേറ്റ് ചെയ്താലോ? ഫൈ ഓഫ് A ഇൻറ്റു അല്ലേ? ഇവിടെയും ഫൈ ഓഫ് A കൊണ്ട് ഓപ്പറേറ്റ് ചെയ്താലോ? ഫൈ ഓഫ് A ഇൻവേഴ്സിനെ എങ്ങനെ എഴുതാം? ഫൈ ഓഫ് രണ്ട് സൈഡ് ഞാൻ ഫൈ ഓഫ് A എന്താ ഫൈ ഓഫ് A കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യണേ. ഇവിടെയുള്ള ആൾക്കാർ അതുപോലും കിട്ടും. ഫൈ ഓഫ് A ഇൻവേഴ്സ് ഇൻറ്റു ഫൈ ഓഫ് B ഇതിനകത്തുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോ നിങ്ങൾക്ക് ഇവിടെ കമ്പൈൻ ചെയ്യാലോ? ഫൈ ഓഫ് എയും ഇത് രണ്ടും അസോസിയേറ്റ് വെച്ച് കൊടുക്കാലോ? ഫൈ ഓഫ് A ഇൻവേഴ്സ് ഇൻറ്റു ഫൈ ഓഫ് B is equal to ഫൈ ഓഫ് A ഇൻറ്റു ഈ ഭാഗം ഈസ് ഫൈ ഓഫ് A അല്ലേ? ഇനി ഫൈ ഓഫ് A ഇൻവേഴ്സ് ഫൈ ഓഫ് E അല്ലേ?
phi of E into phi of B is equal to phi of E. Phi of E identity element ആണ്. Phi of E into phi of B is phi of B is equal to phi of E. ശരിയല്ലേ? രണ്ട് ഭാഗത്തും ആയല്ലോ. ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ഏതാ? 6. ഇനി ഉണ്ടായിരുന്നോ? 6 എന്താ? If phi of G is equal to G dash, if phi of G is equal to set of phi of G is equal to G dash, then phi inverse G dash is equal to set of all x in G. Phi inverse G dash is equal to set of all x in G such that phi of x is equal to G dash. Is equal to G kernel phi. Phi of G is equal to G dash. Then phi inverse G dash is equal to G into kernel phi എന്നാണ്. G into kernel phi. അതായത് set of all x in G such that phi of x is equal to G dash. G ഡാഷിലോട്ട് മാപ്പ് ചെയ്യുന്ന എക്സുകളുടെ കളക്ഷൻ ആണ് phi inverse G dash. ഇതിനെ പ്രൂവ് ചെയ്യാം. അങ്ങനെ ചെയ്യാം. അപ്പോ രണ്ട് സെറ്റുകൾ ഈക്വൽ എന്നിട്ട് കാണിക്കണ്ടേ? രണ്ട് സെറ്റുകൾ എ ഈക്വൽ ടു ബി എന്ന് കാണിക്കുന്നത് എങ്ങനെയാണ്? എ സബ്സെറ്റ് ഓഫ് ബി എന്നും ബി സബ്സെറ്റ് ഓഫ് എ എന്നും ആൻസർ ചെയ്യുമ്പോഴല്ലേ എ ഈക്വൽ ടു ബി ആണ്. അപ്പോ നമുക്കിവിടെ phi inverse G dash equal to G into kernel phi എന്നതിൽ കാണിക്കണ്ടേ? ശരിയല്ലേ? phi inverse G dash equal to G into kernel phi എന്നതിൽ കാണിക്കണ്ടേ? ഇത് കാണിക്കാൻ എന്തൊക്കെ കാണിക്കണം? phi inverse G dash subset of G kernel phi and G kernel phi subset of phi inverse G dash. ശരി, ഇത് കാണിക്കണം. ഇത് കാണിക്കണം. ഇത് രണ്ടും കാണിച്ചാൽ മതിയല്ലോ, നമ്മുടെ ആൻസർ ഒക്കെ ആയില്ലേ? അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് phi inverse G dash ഏതാ? phi inverse G dash സബ്സെറ്റ് ഓഫ് G kernel phi എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? എങ്ങനെ അത് പ്രൂവ് ചെയ്യണേ? ഇവിടുത്തെ ഒരു എലമെന്റ് എടുക്കുക, phi inverse G ഡാഷിലെ അല്ലേ? അപ്പോ let x element of phi inverse G dash, x phi inverse G ഡാഷിലെ എലമെന്റ് ആണ്.
എക്സ് ഫൈ ഇൻവേഴ്സ് ജി ഡാഷിൽ എലമെന്റ് ആണെങ്കിൽ ഫൈ ഓഫ് എക്സ് എന്തായിരിക്കും? ശരിയല്ലേ? ഇതല്ലേ ഫൈ ഇൻവേഴ്സ് ജി ഡാഷ്? ഈ സെറ്റ് അല്ലേ? അപ്പോൾ എക്സ് ഫൈ ഇൻവേഴ്സ് ജി ഡാഷിൽ എലമെന്റ് ആണെങ്കിൽ ഫൈ ഓഫ് എക്സ് ജി ഡാഷ് എന്നല്ലേ? സിംപ്ലൈസ് ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഡാഷ്. നമുക്ക് എന്ത് പറയണം? ജി എലമെന്റ് ജി ഈ സെറ്റ് ഈ എക്സ് എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ജി കേണൽ ഫൈലുണ്ടെന്ന് പറയണം. ഫൈ ഓഫ് എക്സ് ജി ഡാഷ് ആയി അല്ലെ? അപ്പൊ എക്സ് ജി കേണൽ ഫൈൽ ഉണ്ടെന്ന് പറയാൻ അടുത്ത ജോലി. ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈ ഓഫ് ജി എന്ന് കൊടുക്കാം, തന്നിട്ടുണ്ടല്ലോ അല്ലെ? ജി ഡാഷ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ജി എന്ന് തന്നിരിക്കുകയല്ലേ? അപ്പൊ ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ജി. ഇനി തൊട്ട് മുമ്പേ പറഞ്ഞ റിസൾട്ട് അപ്ലൈ ചെയ്യാം. ഫൈ ഓഫ് അല്ലെ ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മുമ്പേ പറഞ്ഞ തൊട്ട് മുന്നേ പറഞ്ഞ റിസൾട്ട് ഏതാ? ഫൈ ഓഫ് എ ഇസ് ഈക്വൽ ടു എപ്പോഴാ? എ കേണൽ ഫൈ ഇസ് ഈക്വൽ ടു ബി കേണൽ ഫൈ ആണെങ്കിൽ ഫൈ ഓഫ് എ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ബി എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ജി ആണെങ്കിൽ എന്ത് പറയാം? എന്ത് പറയാം? തൊട്ട് മുമ്പുള്ള തീർന്നു വെച്ചിട്ട് തൊട്ട് മുന്നേ പറഞ്ഞ എന്താ? ഫൈ ഓഫ് എ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ കേണൽ ഫൈ ഇസ് ഈക്വൽ ടു ബി കേണൽ ഫൈ അല്ലെ? ഫൈ ഓഫ് എ ഇസ് ഈക്വൽ ടു തൊട്ട് മുന്നേ പറഞ്ഞതല്ലേ? ഫൈ ഓഫ് എ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ബി ആണെങ്കിൽ ഇതല്ലേ പറഞ്ഞ? എ കേണൽ ഫൈ ഇസ് ഈക്വൽ ടു ബി കേണൽ ഫൈ. അപ്പൊ ഫൈ ഓഫ് എ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ബി ആണെങ്കിൽ ഇവിടെ ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ജി ആണെങ്കിൽ എന്ത് പറയാം? എക്സ് കേണൽ ഫൈ ഇസ് ഈക്വൽ ടു ജി കേണൽ ഫൈ അല്ലെ? എക്സ് കേണൽ ഫൈ ഇസ് ഈക്വൽ ടു ജി കേണൽ ഫൈ. ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് ജി ആണെങ്കിൽ തൊട്ട് മുന്നേ പറഞ്ഞിരിക്കുന്ന റിസൾട്ട് എന്താണ്? തൊട്ട് മുന്നേ പറഞ്ഞിരിക്കുന്നത് ഫൈ ഓഫ് എ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ബി. ഫൈ ഓഫ് എ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ബി ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി എ കേണൽ ഫൈ ഇസ് ഈക്വൽ ടു ബി കേണൽ ഫൈ. ഫൈ ഓഫ് എ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ബി ഇഫ് ആൻഡ് ഓൺലി എ കേണൽ ഫൈ ഇസ് ഈക്വൽ ടു ബി കേണൽ ഫൈ. അപ്പോൾ ഇവിടെ ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ജി ഇംപ്ലൈസ് എക്സ് കേണൽ ഫൈ ഇസ് ഈക്വൽ ടു ജി കേണൽ ഫൈ. നമുക്കിവിടെ എന്താ പറയേണ്ടത്? നമുക്ക് ഈ സെറ്റും ഈക്വൽ എന്നാ കാണിക്കണ്ട അല്ലെ? ഈ സെറ്റും ജി കേണൽ ഫൈ ഈക്വൽ എന്നാ കാണിക്കേണ്ടത്. അപ്പോ ഈ സെറ്റിലെ ഒരു എലമെന്റ് എടുത്തു എക്സ്. ഈ എക്സ് എന്ന എലമെന്റ് ജി കേണൽ ഫൈ ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ എക്സ് കേണൽ ഫൈ ഇസ് ഈക്വൽ ടു ജി കേണൽ ഫൈ എന്ന് തോന്നുന്നു അല്ലെ? അപ്പോ എക്സ് കേണൽ ഫൈ ഇസ് ഈക്വൽ ടു ജി കേണൽ ഫൈ ആണെങ്കിൽ എക്സ് എലമെന്റ് ഓഫ് ജി കേണൽ ഫൈ എന്ന് പറയാലോ അല്ലെ? അപ്പോ എക്സ് എലമെന്റ് ഓഫ് ജി കേണൽ ഫൈ എന്ന് പറയാലോ. അപ്പൊ എക്സ് എവിടെയും തുടങ്ങി ഇവിടെ നിർത്തും. എക്സ് എവിടെ എത്തി? ജി കേണൽ ഫൈ കൊണ്ട് നിർത്തി. അപ്പൊ ആ ഒരു സബ്സെറ്റ് ഓഫ് ആരായിരിക്കും? ഫൈ ഇൻവേഴ്സ് എ ഡാഷ് സബ്സെറ്റ് ഓഫ് ജി കേണൽ ഫൈ.
അപ്പോൾ phi of g is equal to g dash ആണെങ്കിൽ phi inverse g dash is equal to g കേണൽ phi എന്നായിരിക്കും. ഇനി തിരിച്ച് g കേണൽ phi സബ്സെറ്റ് ആയി. ഇനി തിരിച്ച് പറയണം അല്ലെ, g കേണൽ phi സബ്സെറ്റ് ഓഫ് phi inverse a dash എന്ന് പറയാം. അപ്പോ ഞാൻ തിരിച്ചു പറയാൻ വേണ്ടിട്ട് കോൺവേഴ്സിലി ജി കേണൽ ഫൈൽ ഒരു എലമെന്റ് എടുക്കാം അല്ലെ. ആദ്യം കേണൽ ഫൈൽ ഒരു എലമെന്റ് എടുക്കാം. ലെറ്റ് k element of kernel file. കേണൽ ഫൈലിലെ k എന്നൊരു എലമെന്റ് എടുത്തു. നമുക്ക് എവിടെ നിന്ന് ജി കേണൽ ഫൈൽ എലമെന്റ് എടുക്കണം. അപ്പൊ കേണൽ ഫൈൽ എലമെന്റ് ആണ് k എന്ന് എടുത്തത്. അങ്ങനെയാണെങ്കിൽ ജി കെ എവിടെ കാണും? ജി കെ ജി കേണൽ ഫൈൽ കാണും അല്ലെ. അപ്പോ ജി കെ എലമെന്റ് ഓഫ് ജി കേണൽ ഫൈൽ ശരിയാണല്ലോ. ജി കെ എലമെന്റ് ഓഫ് ജി കേണൽ ഫൈ ആണ്. ഫൈ ഓഫ് ജി കെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ജി കെ എലമെന്റ് ഓഫ് കേണൽ ഫൈ ആണെങ്കിൽ ഫൈ ഓഫ് കെ ഇസ് ഈക്വൽ ടു ഐഡന്റിറ്റി എലമെന്റ് ആയിരിക്കും അല്ലെ. ജി കെ എലമെന്റ് ഓഫ് ജി കേണൽ ഫൈ ആണെങ്കിൽ ഫൈ ഓഫ് ജി കെ എന്ന് വെച്ചാൽ എന്താ? ഹോമോമോർഫിസം ആയതുകൊണ്ട് ഫൈ ഓഫ് ജി ഇൻറ്റു ഫൈ ഓഫ് കെ എന്ന് എഴുതാമല്ലോ. ഫൈ ഓഫ് ജി കെ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ജി. ഫൈ ഓഫ് ജി അങ്ങനെ അറിയാം, ഫൈ ഓഫ് ജി ഇൻറ്റു ഫൈ ഓഫ് കെ. ഫൈ ഓഫ് കെ എന്താ? ഐഡന്റിറ്റി എലമെന്റ് ഈ ഭാഗം അല്ലേ, കാരണം കെ കേണൽ എലമെന്റ് അല്ലേ. ഫൈ ഓഫ് ജി കെ എവിടെ ആയി? ഈക്വൽ ടു ഫൈ ഓഫ് ജി ആയി. ഈ ഫൈ ഓഫ് ജിനല്ലേ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇതാ തന്നിട്ടുണ്ടല്ലേ, ഫൈ ഓഫ് ജി ഈക്വൽ ടു ജി ഡാഷ് എന്നല്ലേ എന്നിരിക്കുന്നത്. അപ്പോൾ ഫൈ ഓഫ് ജി കെ ഈസ് ഈക്വൽ ടു ജി ഡാഷ്. ശരിയല്ലേ? നമുക്ക് എന്ത് പറയണം? ഫൈ ഇൻവേഴ്സ് എ ഡാഷിലുണ്ടെന്നാ പറയണ്ട അല്ലേ. ഫൈ ഓഫ് ജി കെ ഈസ് ഈക്വൽ ടു ജി ഡാഷ് ഉണ്ടെങ്കിൽ, ഫൈ ഓഫ് ജി കെ ഈസ് ഈക്വൽ ടു ജി ഡാഷ് ആണെങ്കിൽ നോക്കടോ, കഴിഞ്ഞ സെറ്റിന്റെ ഡെഫിനിഷൻ കണ്ടോ? ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഡാഷ് അല്ലേ. ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഡാഷ് ആകുമ്പോഴാണ് എക്സ് അവിടെ പറഞ്ഞത് ഫൈ ഇൻവേഴ്സ് ജി ഡാഷിൽ പറഞ്ഞത്. ഫൈ ഓഫ് ജി കെ ഇസ് ഈക്വൽ ടു ജി ഡാഷ് ആണെങ്കിൽ therefore ജി കെ അവിടെ വരും. ജി കെ അവിടെ വരും. ജി കെ അവിടെ വരും. ഫൈ ഇൻവേഴ്സ് ജി ഡാഷ് വരും അല്ലേ. ജി കെ ഫൈ ഇൻവേഴ്സ് ജി ഡാഷ് വരും. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എടുത്തേ ജി കെ ജി കേണൽ ഫൈൽ എടുത്തു. ജി കെ എവിടെ കിട്ടുണ്ടെന്ന് കിട്ടി? ഫൈ ഇൻവേഴ്സ് ജി ഡാഷിലുണ്ടെന്ന് കിട്ടി അല്ലെ. ഫൈ ഇൻവേഴ്സ് ജി ഡാഷിലുണ്ടെന്ന് കിട്ടി. ഫൈ ഇൻവേഴ്സ് ജി ഡാഷിലുണ്ടെന്ന് കിട്ടി. ജി കെ നോക്ക് ജി കെ ഫൈ കേണൽ ഫൈൽ ഉണ്ടെങ്കിൽ ജി കെ ഫൈ ഇൻവേഴ്സ് ജി ഡാഷിലുണ്ട്. കൂടി നിന്ന് പറയാം വിച്ച് ഇംപ്ലൈസ് എവിടെയും തുടങ്ങി, എവിടുന്ന് എടുത്തു തുടങ്ങി? ജി കേണൽ ഫൈ സബ്സെറ്റ് ഓഫ് ഫൈ ഇൻവേഴ്സ് ജി ഡാഷ്.
equation 1 equation 2 നോക്കിയേ phi inverse a dash subset of G kernel phi G kernel phi subset of phi inverse G dash using 1 and 2 using 1 and 2 phi inverse G dash is equal to ada G kernel phi. അപ്പോൾ ആ രണ്ട് മാർക്ക് ടു ആയല്ലോ. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് സബ്ഗ്രൂപ്പ്സ് അണ്ടർ ഹോമോമോർഫിസംസ്. Properties of let phi from phi be a group homomorphism from phi be a group homomorphism from a group capital G2 from a group capital G2 another group G bar and let H be a subgroup of G phi ഒരു ഗ്രൂപ്പ് ഹോമോമോർഫിസം ജിയിൽ നിന്ന് ജി ബാറിലേക്കുള്ള ഗ്രൂപ്പ് ഹോമോമോർഫിസം ആണ് phi. H സബ്ഗ്രൂപ്പ് ആണെങ്കിൽ then 1 phi of H is equal to set of all phi of small h phi of small h such that h in h small h in capital H is a subgroup of G bar. Phi of H is a subgroup of G bar. Number 2, if H is cyclic subgroup, then phi of H is cyclic. 3, if H is abelian, then phi of H is abelian. H abelian ആണെങ്കിൽ phi of H abelian ആയിരിക്കും.